ചർച്ചയിൽ CPM MLA PP ചിത്തരഞ്ജൻ, മുസ്ലിം ലീഗ് MLA N ഷംസുദ്ദീൻ, BJP നേതാവ് PR ശിവശങ്കർ എന്നിവരാണ്. ആദ്യം ശ്രീ PP ചിത്തരഞ്ജൻ, ഇന്ന് സഭയിൽ ആരുടെ നിലവാരമാണ് നഷ്ടപ്പെട്ടത്? ഇന്ന് ആരുടെ നിലവാരമാണ് നിയമസഭയിൽ നഷ്ടപ്പെട്ടത് എന്ന ചോദ്യം, അതിൻ്റെ ചില ക്ലിപ്പുകൾ മാത്രം നോക്കിയാൽ എല്ലാവർക്കും ബോധ്യപ്പെടും. കാരണം ഇന്നത്തെ സ്മൃതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭയിൽ കഴിഞ്ഞ സഭയ്ക്ക് ശേഷമുള്ള എല്ലാ സംഭവങ്ങളെയും സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും ഒക്കെ കിട്ടുന്ന അവസരമാണ്. ആ അവസരം ഇവിടെ പ്രതിപക്ഷം എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതാണ്ട് സമതല തെറ്റിയതുപോലെയാണ് അവരിന്ന് സഭയിൽ കാട്ടിക്കൂട്ടിയ ഈ കോപ്രായങ്ങളാകെ. കാരണം ഈ ഏതെങ്കിലും നിലയിൽ പ്രക്ഷുബ്ധമാകുന്ന നിലയിലേക്കുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല. എന്തിനാണ് സ്പീക്കറുടെ ഡയസിലേക്ക് അടക്കം, പടിഞ്ഞാറ് സൈഡിൽ നിന്ന് ചില മെമ്പർമാർ ഡയസിലടക്കം വലിഞ്ഞു കയറി, അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ വലിഞ്ഞു കയറി അകത്തോട്ട് കയറി. അതെല്ലാം ആ കൃത്യമായി സഭാ നടപടികൾ പരിശോധിക്കുന്നവർക്ക് കാണാം. സ്പീക്കറെ കാണാതിരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വലിയ ബാനർ, ആ ബാനർ പൊക്കി മുഖം മറക്കുന്ന നിലയിൽ പിടിച്ചുകൊണ്ടാണ് അവർ മിനിറ്റുകളോളം, ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ സമയം നിന്നത്. ഈ സമയത്തൊന്നും ഞങ്ങളാരും ഇപ്പുറത്ത് നിന്ന് അതിനെ ചോദ്യം ചെയ്തെന്നുള്ളതല്ലാതെ ഞങ്ങളാരും നടുത്തളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തയ്യാറായില്ല. നടുത്തളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ എന്താണ് അവർ ആഗ്രഹിച്ചതാണ്, ഇവിടെ നിയമസഭയുടെ അകത്ത് അനിഷ്ട സംഭവങ്ങളുണ്ടാകുക, നമ്മുടെ നിയമസഭയുടെ സൽപ്പേരും അതുപോലെ തന്നെ ഇവിടെ മുഴുവൻ കുഴപ്പമാണ് എന്ന് വരുത്തുവാനുമുള്ള കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇവിടെ ഇന്നത്തെ ദിവസം തന്നെ ഉള്ള ക്വസ്റ്റ്യൻ പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുള്ളതുണ്ട്. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ പ്രതിപക്ഷത്തിൻ്റെതാണ്. ഇവിടെ സ്മൃതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ആ കാര്യമെന്ന് വെച്ചാൽ സ്റ്റാൻഡ് ക്വസ്റ്റ്യനും അൺസ്റ്റാൻഡ് ക്വസ്റ്റ്യനെ സംബന്ധിച്ചാണ് 7 എണ്ണമാണ് ഇന്നത്തെ ദിവസക്കാലം ഉള്ളത്. അതേ സംബന്ധിച്ച് സെക്ടർ ആൻഡ് കൗണ്ട്, അതാണ് പാർലമെൻ്ററി നടപടിക്രമങ്ങളിലെ ഇന്ന് നമ്മൾ ഉദ്ധരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമോത്സവം. അത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ കാര്യത്തിലൊന്നും ഒരു വിവേചനവും കാണിയിട്ടില്ല എന്ന കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. അതിനുശേഷം ശ്രീ ചിത്തരഞ്ജൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, സ്റ്റാഫ് ക്വസ്റ്റ്യനിൽ വിവേചനം ഒന്നും ചെയ്തിട്ടില്ല, വിവേചനമൊന്നും കാണിച്ചിട്ടില്ല എന്ന് സ്പീക്കർ പറഞ്ഞുകൊണ്ടായില്ലല്ലോ. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെ അൺസ്റ്റാർഡ് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതാണ് DGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ചോദ്യം എങ്ങനെയാണ് അപ്രധാനമാകുന്നത്? കാഫിർ വിവാദം എങ്ങനെയാണ് ഒരു പ്രാദേശിക വിഷയമാകുന്നത്? ഇവിടെ എടുത്തിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം മോശമാണോ? അതല്ലല്ലോ. ഇവിടെ എടുത്തിട്ടുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡും അൺസ്റ്റാൻഡും എടുക്കുന്നത് ഓരോ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ആ പ്രശ്നങ്ങളുടെ ഗൗരവം അനുസരിച്ച് തന്നെയാണ്. ഇവിടെ ഗൗരവത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ഗൗരവത്തിലുള്ളതല്ല എന്ന് തീരുമാനിച്ചത്. അതെങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? എങ്ങനെയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? സ്വാഭാവികമായും സ്പീക്കറോട് അതിലൊരു അഭിപ്രായം നേടിയിരിക്കാം. സ്പീക്കർ അതിൽ വിവേചനം കാണിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ തോന്നൽ. അങ്ങനെ തോന്നലുണ്ടാക്കുന്ന കാര്യമാണ് ശ്രീ ചിത്തരഞ്ജൻ. അല്ലല്ല സ്മൃതി, ഞാൻ പറയാം, രാഷ്ട്രീയ ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളാണ് പ്രധാനപ്പെട്ട സ്റ്റാൻഡ് ക്വസ്റ്റ്യൻ എന്ന് പ്രതിപക്ഷത്തിന് വാദിക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അതല്ല. ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലാതെ ഒന്നും ഇതിനകത്ത് എടുത്തിട്ടില്ല. ഒരൊറ്റ വിഷയങ്ങൾ നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തു നിന്ന് ആദ്യം തന്നെ തുടങ്ങിയിട്ടുള്ളത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുമ്പോൾ പാർക്കിംഗ് സൗകര്യങ്ങളെ സംബന്ധിച്ച ഇളവ് അനുവദിച്ച് ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ടോ എങ്കിൽ ഇളവ് എന്തൊക്കെയാണ്? കാരണം ഇത് 10,000-കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തെയാണ് ഒന്നാമത്തതായി, അത് പ്രതിപക്ഷത്തിന് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അവിടെ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നോക്കൂ. അപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയുള്ള വേദി എന്നുള്ള നിലയിലേക്ക് ക്വസ്റ്റ്യനുകളെ കണ്ടുകൂടാ.
ക്വസ്റ്റ്യനുകൾക്ക് ഗൗരവമുള്ള ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ അതിനാണ് മുൻഗണന കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് സ്പീക്കർ പറഞ്ഞു താങ്കൾ പറയുന്നത് കഴിഞ്ഞാൽ സ്പീക്കർ റൂൾ ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യോത്തരവേള പിന്നെ അലങ്കോലവാക്കിയല്ല. അല്ല ശ്രീ ചിത്തരഞ്ജൻ, അതായത് അലങ്കോലവാക്കി എന്നുള്ളതല്ല, ആ അലങ്കോലവാക്കാൻ ശ്രമിച്ചു, അതിനുശേഷം പൊതു പ്രാധാന്യമില്ല അല്ലേ? പൊതു പ്രാധാന്യമില്ല. ഈ കേരളം ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾ ഇവേഡ് ചെയ്യുന്ന ഒരു ചോദ്യവുമാണ്. നിങ്ങൾ ഇതുവരെ രാഷ്ട്രീയ മറുപടി പറയാത്ത ചോദ്യമാണ്. അതെ, ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ ചർച്ച എന്താ? നിങ്ങൾക്ക് വേണ്ടത് എന്നും വിവാദ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, വിവാദങ്ങൾ ഉണ്ടാക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ വന്നിരിക്കുന്നത് അതിനകത്ത് തലവെച്ച് തരാൻ വേണ്ടിയല്ല. നിയമസഭയിൽ നടന്നത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ പറയാനാണ്. ഇവിടെ പ്രതിപക്ഷത്തിന് സമനില തെറ്റിയതെന്താ? അല്ല സ്മൃതി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയത് എവിടെയാണ്? പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയത് അവർ കൊണ്ടുവന്ന റൂൾ 50 ആ അവസ്ഥയെന്ന് കാരണമായിരുന്നു. അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി ചർച്ച ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഈ വെട്ടിയിട്ട വാഴ പോലെ ആയിപ്പോയി പ്രതിപക്ഷം. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.